friends, it's me Nancy and welcome back to my YouTube channel. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ചോദിച്ചൊന്നുമില്ല, കുറച്ച് നിന്ന് വിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമുക്ക് DME നഴ്സിംഗ് എക്സാംസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമാണ് അല്ലേ. നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്, ബാക്കി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ലൈക്ക് 10th കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്, +2 കഴിഞ്ഞ സ്റ്റുഡൻസ്. അപ്പോൾ അവർക്കൊക്കെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അടുത്ത 10th പോകുന്നവർ, അല്ലെങ്കിൽ +2 പോകുന്നവർ, അല്ലെങ്കിൽ നഴ്സിംഗ് എക്സാംസ് ഫേസ് ചെയ്ത് പോകുന്നവർ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് DME, DHS അല്ലെങ്കിൽ എയിംസ്, റെയിൽവേ ഇങ്ങനെയുള്ള എക്സാംസൊക്കെ കുറച്ച് എക്സാംസ് കഴിഞ്ഞു, അടുത്ത എക്സാംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് പഠിച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മോട്ടിവേഷനോടെ ആയിരിക്കും നമ്മൾ ആ ഒരു എക്സാം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ എക്സാമിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മോട്ടിവേഷൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. സോ എങ്ങനെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ ലെവൽ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന് പഠിക്കണം, അതുപോലെ നാളെയും മറ്റന്നാളും ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു 2 month അല്ലെങ്കിൽ 6 month എങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ദ ഫസ്റ്റ് തിങ്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്കൊരു ഗോൾ വേണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നമ്മളൊരു പർപ്പസ് എന്ത് ചെയ്യണം, ബിൽഡപ്പ് ചെയ്ത് വെക്കണം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ യൂഷ്വലി ഞാൻ പഠിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി ഏരിയയിൽ, അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൽ, പിന്നെ ഞാൻ ക്രിസ്ത്യനാണ്, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരാളാണ്. ബൈബിളിൽ എന്ത് ചെയ്യും, എനിക്ക് ഇപ്പോൾ ഞാൻ PG പഠിക്കുന്ന സമയത്താണ് PG ഇത്ര % മാർക്കോടെ എനിക്ക് പാസ്സാണ്. PGക്ക് എനിക്ക് more than 75 മാർക്ക് കിട്ടണം, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്നൊരു പേര് വരണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന സ്ഥലത്ത്, ഞാൻ ഹോസ്റ്റലിൽ ഞാൻ പഠിക്കുന്ന സ്പേസിൽ ചോറിലൊക്കെ ഇത് എഴുതി വെക്കുമായിരുന്നു, എനിക്ക് 75 മാർക്കിന് എബോവ് കിട്ടണം. പിന്നെ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒരു ചിക്ക് പേപ്പറിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ നമ്മളിത് കാണുവാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് കാണുവാണ്, പഠിക്കുന്ന സമയത്ത് ഇത് കാണുവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എനിക്കൊരു മോട്ടിവേഷന് വേണ്ടി, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സെൽഫ് മോട്ടിവേഷൻ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നഴ്സിംഗിലാണെങ്കിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, more than 22 സബ്ജക്ട്സ് ഉണ്ട് അല്ലേ, നമുക്ക് 4 വർഷം കൂടെ പഠിക്കാനായിട്ട്. ഇപ്പം നിങ്ങളൊരു 10th പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 12th എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ്, ഏത് എക്സാം ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് കാണും. അപ്പോൾ നമ്മൾ ആ സബ്ജക്ട്സിനെ എല്ലാം എന്ത് ചെയ്യും, സബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ കാണിക്കാൻ എൻ്റെ കയ്യിൽ ബുക്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ നഴ്സിംഗിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു സബ്ജക്റ്റാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. ആ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിനെ ഞാൻ സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് മെഡിസർജിന് വളരെ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാം, കാരണം അതിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം, ലൈക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഓരോ സിസ്റ്റമായിട്ട് സബ് ഡിവൈഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾ സബ്ജക്റ്റിനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഈസിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഓരോ സ്മോൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഓരോ സ്മോൾ ടോപ്പിക്ക് നമ്മുടെ ഓരോ ദിവസത്തെ ഓരോ ഗോളാണ്. ഇന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യണം, നെക്സ്റ്റ് ഒരു 2-3 days എടുക്കും, അത് കഴിഞ്ഞ് നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ചെറിയ എന്ത് ചെയ്യും, ഗോൾസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ആ ടോട്ടൽ സബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് തിങ് എന്ന് പറയുന്നത്, വി ഷുഡ് ഫൈൻഡ് ഔട്ട് എ ഗുഡ് പ്ലേസ് ഫോർ അവർ സ്റ്റഡി. അതായത് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് മാറുമ്പോഴത്തേക്കും ഭയങ്കര നോയിസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്ന കുറേ കുട്ടികൾ കാണും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആയിരിക്കും. എനിക്കങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാനൊരു കാവാൻ കോയിച്ചായിട്ടൊരു സ്പേസ്, ചിലപ്പോൾ അതൊരു ചെറിയ ഇടനാഴി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജനലിൻ്റെ അടുത്തായിരിക്കാം, അങ്ങനെ ഒരു സ്പേസ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ലല്ലേ, നമുക്ക് കുഞ്ഞുനാളിലൂടെ പഠിച്ചു വരുന്ന ഒരു സ്പേസ് കാണും. ആ സ്പേസിനെ കുറച്ച് അട്രാക്റ്റീവായിട്ട് വയ്ക്കാം. അതായത് നമ്മളെ സിലബസ് ഒരു സൈഡിൽ പ്ലേസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുമല്ലോ, എന്തൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസം കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ടൈം ടേബിൾ പ്ലേസ് ചെയ്ത് വെക്കാം. കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള തോട്ട്സ് സ്റ്റിക്ക് ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇയേഴ്സൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ കാണാം, അതൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആ ഒരു സ്പേസിൽ എപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ അസസ് ചെയ്യാനോ, അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് സൗണ്ടൊക്കെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൂം സെറ്റ് ചെയ്യാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദ ഫോർത്ത് തിങ് എന്ന് പറയുന്നത്, സിറ്റ് ഡൗൺ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡി. നമ്മൾ
എല്ലാം പ്രിപ്പയർ ചെയ്തു, ഗോളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് വേണ്ട, നാളെ രാവിലെ തൊട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ വിചാരിക്കും ഇന്ന് രാവിലെ ഇത്രയും സമയം പോയില്ലേ, ഉച്ചയ്ക്ക് ശേഷം ആവട്ടെ. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മനസ്സിൽ വിചാരിക്കരുത്. നമ്മൾ എപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, വി ഷുഡ് സ്റ്റാർട്ട് ആൻഡ് എന്ത് ചെയ്യുക, ഇരിക്കുക, പഠിച്ച് തുടങ്ങാം. അതിൽ കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ എന്തായാലും ഫ്രണ്ട്സൊക്കെ ഇന്ന് ഫോൺ യൂസ് ചെയ്യല്ലേ, അല്ലെങ്കിൽ അവർ പാരൻസ് ദേ ആർ ഡൂയിങ് സംതിങ് എൽസ്, അപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെ വിചാരിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് തിങ്ക് ചെയ്യുന്നത്, ആ ഒരു മോട്ടിവേഷൻ തുടങ്ങുന്നത്, ആ ഒരു ദാറ്റ് ടൈം ഈസ് ക്രൂഷ്യൽ. ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. പിന്നത്തേതിലെന്ന് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. നെക്സ്റ്റ് തിങ് ഈസ് നമ്മളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ യൂഷ്വലി ഒരു ബോർഡ് എക്സാം വരുവാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം വരുവാണ്. യൂണിവേഴ്സിറ്റി എക്സാം ഒരു 3 months മുമ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് അറിയാൻ പറ്റും. ഫ്രം ദാറ്റ് ടൈം ഞാൻ എന്ത് ചെയ്യും, ടൈം ടേബിൾ പ്രിപ്പയർ ഓണായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് സബ്ജക്ട്സിനെല്ലാം ഡിവൈഡ് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കാണിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ടേബിളിലൂടെ അതിൽ ഇത് പോകാനായിട്ട് ശ്രമിക്കാം, മാക്സിമം അപ് ടു ഡേറ്റ് ആവാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിലായാലും ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ ദിവസം രാവിലെ എഴുതിയിട്ട് എപ്പോഴാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത് അതിലൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഓരോരുത്തർ പഠിക്കുന്ന പല രീതിയിലായിരിക്കില്ലേ, നിങ്ങൾ ശീലിച്ച് വന്നിട്ടുള്ളത് പല രീതികളിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിളിൽ കുറച്ചൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് റൊട്ടീൻ ആക്കാം. ഈ ടൈം ടേബിൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ടൈം ടേബിളിൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഓരോ ദിവസം രാവിലെ ഇത്ര ടൈം തൊട്ട് പഠിക്കണം. അതൊരു റൊട്ടീൻ ആക്കുക. ഇപ്പോൾ ഒരു ദിവസം 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ 6 o'clock അല്ലെങ്കിൽ 3 o'clock, ഓരോരുത്തരുടെ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴാണ് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഷുഡ് ബി യുവർ റൊട്ടീൻ. രാവിലെ 5 മണിക്കാണെങ്കിൽ എവറി ഡേ യു ഷുഡ് വേക്ക് അപ്പ് അറ്റ് 5 o'clock. അത് റൊട്ടീനാക്കി മാറ്റാം. നമ്മുടെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 6 months ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3 months ആയിരിക്കും, മാക്സിമം ഒരു 1 year ഒക്കെ ആയിരിക്കും അല്ലെ ഒരു എക്സാമിനൊരു പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ദിവസം 24/7 അല്ലെ 24 hours പഠിക്കുന്നവരൊക്കെ ചുരുക്കമായിരിക്കും. അതിനൊന്നും കാപ്പബിലിറ്റി ഒന്നും എനിക്കില്ല. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ്. ഞാൻ കുറച്ച് ടൈം പഠിക്കുന്ന ആളാണ്. പക്ഷെ പഠിക്കുന്ന സമയം അതൊരു റൊട്ടീനാക്കി മാക്സിമം എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റീവാക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ 10 o'clock കഴിഞ്ഞ് അങ്ങനെ അധികം പഠിക്കുന്നത് ഫ്രണ്ട്സൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം വീട്ടിലായാലും ശരി, ഞാൻ BSc ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കുറച്ച് അങ്ങനെയൊന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്രയും പറ്റുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഒരു 10 o'clock കിടക്കുന്നതെങ്കിൽ ഒരു 8 to 10 ആണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ ആ ഒരു ടൈം എന്ത് ചെയ്യും, മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. മാക്സിമം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഫോണൊക്കെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്മോൾ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാം. അതായത് ചെറിയ MCQs കാണും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീക്കിലി നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏതൊക്കെയാണ് അത് നമ്മൾ എന്ത് ചെയ്യുക, റീതിങ്ക് ചെയ്ത് എഴുതി നോക്കാം. എനിക്ക് MSc പഠിക്കുന്ന സമയത്തായാലും BSc പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തിങ്ങാണിത്, സ്മോൾ ടെസ്റ്റ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ റീകളക്ട് ചെയ്ത് എഴുതി നോക്കാം. മീൻസ് ഇപ്പോൾ essay ഒരു 20 marks ടെസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒരു 10-15 പേപ്പർ എഴുതുമെന്നല്ല ഞാൻ പറഞ്ഞത്, പോയിന്റ്സ് റീകളക്ട് ചെയ്ത് ഞാൻ എഴുതി നോക്കും. ഇപ്പോൾ ഒരു essay ചോദിക്കുകയാണെങ്കിൽ അനാട്ടമി ഫിസിയോളജി ഹാർട്ടിൻ്റെ ലെയേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ലെയർ ഉണ്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ടൈമിനുള്ളിൽ ഇത് ചെയ്യും. ജസ്റ്റ് ആ ലെയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എന്തെങ്കിലും പെക്യുലർ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ റീകളക്ട് ചെയ്ത് എഴുതി നോക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ കോളേജിലൊക്കെ എക്സാം ഇൻ ബിറ്റ്വീൻ എക്സാംസും ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുന്നത്, അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ടെസ്റ്റ് പേപ്പർ പഠിച്ചാലും എന്ത് ചെയ്യാം, മാക്സിമം നന്നായിട്ട് അത് പഠിക്കാം. അതെന്ത് വേണ്ടിയിട്ടാണ്, നമ്മൾ അടുത്ത ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ മെമ്മറൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. നമ്മളത് റിപ്പീറ്റ് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട്. അത് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീവ് എക്സാമിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റണമെങ്കിൽ അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് തിങ് ഈസ് ഒരു സ്മോൾ ബ്രേക്സ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കും. നമ്മളൊരു മാക്സിമം നമ്മുടെ ഒരു ലേണിംഗ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 30 to 45 minutes ആണ്. അതുകൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു അവർ എത്രയായിരുന്നു നമുക്ക്
45 മിനിറ്റ് ആയിരുന്നല്ലേ ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റിൻ്റെ ടൈം. സോ അത്രയും ടൈമൊക്കെയാണ് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, മെമ്മറൈസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന ആ ടൈം. അപ്പോൾ ആ ടൈമിനകത്ത് എന്ത് ചെയ്യുക, ഒരു 1 അവർ മാക്സിമം ഒരു 1 അവർ പഠിക്കുക, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. ബ്രേക്ക് കൊടുത്തെന്നിട്ട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ലോസ്റ്റ് അവർ ടൈം. നമ്മുടെ ആ ടൈം മുഴുവൻ നശിച്ചു പോകും. സോ എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഡ്രോയിങ് ഇഷ്ടമാണെങ്കിൽ ഡ്രോയിങ് ചെയ്യുക, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കുക, കുറച്ച് സമയം പാരൻസിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും സ്നാക്സോ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡിയിലോട്ട് വരാം. അങ്ങനെ സ്മോൾ ബ്രേക്സ് കൊടുത്ത് വേണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് യു ഷുഡ് ഡു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമുക്കൊരു ഗോൾ വേണം, അത് നമ്മുടെ ആ ഗോളിന് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് നമുക്കൊരു നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് അല്ലേ, ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, നല്ലൊരു സ്റ്റഡി ടൈം കണ്ടെത്തുക, ഫോണൊക്കെ അവോയ്ഡ് ചെയ്യുക, പക്ഷേ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, ആ ടൈം ടേബിളിനകത്ത് അതൊരു റൊട്ടീനാക്കി ഫോളോ ചെയ്യുക. ഇതെല്ലാം കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ യു വിൽ ഷുഡ് ബി ഇൻ കൺസിസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ആ പഠിക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ ഒരു സ്പാർക്ക്, ആ ഒരു മോട്ടിവേഷൻ സ്പാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനോടൊന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ബൈ ബൈ.